वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ഫലങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം. മാസത്തിൻ്റെ ആരംഭത്തിൽ, അതായത് മാർച്ച് മാസം 1-ാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ്. മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും. മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം. വൃശ്ചികം രാശിയിലുള്ള വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ, ശനിദശ, ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ്റെ തൃതീയ ഭാവസ്ഥിതി, സ്വപരിശ്രമത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയം, മനസ്സിന് പ്രത്യേകം ധൈര്യവും സഹോദര സ്നേഹവും ഒക്കെയാണ് ബലം. സാഹസികമായ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുകയും അവയിൽ വിജയിക്കുകയും ഒക്കെ ചെയ്യും. യാത്രകൾ വേണ്ടതായിട്ടൊക്കെ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടും. കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് പുരോഗതിയുള്ള ഒരു സമയം തന്നെയാണ്. മത്സര പരീക്ഷകൾ എഴുതുകയും അവയിൽ വിജയമുണ്ടാവുകയും ചെയ്യും. ധനപരമായിട്ടുള്ള ഉയർച്ചയുള്ള സമയമാണ്. യന്ത്രസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കും അധ്യാപന ജോലി ചെയ്യുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായി കാണുന്നു. അതേപോലെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ്. ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂല നിലയിൽ കാണുന്നു. അതേപോലെ വാഹനം വാങ്ങിക്കാനും സമയം അനുകൂലം തന്നെയാണ്. ഗവൺമെൻറ് സംബന്ധിച്ച കാര്യങ്ങളിലും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും ഒക്കെ ഇടപെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ധനപരമായ ഉയർച്ചയും ജോലി സംബന്ധിച്ചിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ്. ഇതുവരെ ജോലിയിൽ സ്ഥിരതയില്ലാത്തവർക്ക് ജോലിയൊക്കെ സ്ഥിരമാകുന്നൊരു സമയം കൂടിയാണ്. മാതാവിൻ്റെയും മാതൃകുടുംബത്തിലുള്ളവരുടെയും സ്നേഹമൊക്കെ അനുഭവിക്കാൻ കഴിയും. സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുകൂലമായി കാണുന്നില്ല. കടം, വഴക്ക്, കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുള്ളൊരു മാസം തന്നെയാണ്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും. എല്ലാ കാര്യത്തിലും ജീവിത പങ്കാളി ധൈര്യം നൽകുന്നൊരു സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായി ധനവരവിനുള്ള യോഗമൊക്കെ കാണുന്നു. ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കും. പ്രത്യേകിച്ച് യോഗ, ധ്യാനം എന്നിവയിലൊക്കെ താല്പര്യം കൂടുന്ന ഒരു മാസം തന്നെയാണ്. പൊതുവെ പറഞ്ഞാൽ ഈ മാസം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ്. ആരോഗ്യപരമായിട്ടും അനുകൂല നിലയിൽ തന്നെയാണ്. ധനപരമായിട്ടും അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത്. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.